ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആക്ട്സിലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആക്ട് 2003 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ 2 പാർട്ടും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. ദ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആക്ട് 2003 സെക്ഷൻ 25 അപ്പോയിൻമെന്റ് എക്സെട്ര ഓഫ് ഓഫീസേഴ്സ് ഓഫ് ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, ED ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ ED. ഇപ്പൊ പലരുടെയും പേടി സ്വപ്നമായ ഒരു ഏജൻസിയാണ് ED. സെൻട്രൽ ഗവൺമെന്റിന് ഒരു ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് ഇൻ EDയിൽ, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ഒരു ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ED ഇല്ലേ, അത് തന്നെയാണ് നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ഒരു ഡയറക്ടറിനെ സെൻട്രൽ ഗവൺമെന്റിന് അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വന്നിട്ട് മിനിസ്ട്രി ഓഫ് ഫിനാൻസിലാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. മിനിസ്ട്രി ഓഫ് ഫിനാൻസിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റിലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാവുന്നതാണ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ്. അപ്പോൾ അതേപോലെ തന്നെ ഇനി ഒരു കമ്മിറ്റി ഉണ്ട്. നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി അല്ല ഈ കമ്മിറ്റി. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കമ്മിറ്റി എന്താന്ന് വെച്ചാൽ നമ്മുടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണറിനെയും വിജിലൻസ് കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്ന കമ്മിറ്റിയാണ്. അപ്പോൾ അതിൽ പ്രൈം മിനിസ്റ്ററും അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും ലോക്സഭ പ്രതിപക്ഷ നേതാവും ഒക്കെയായിരുന്നു മെമ്പേഴ്സ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയിട്ട് ഒരു വ്യക്തിയെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള കമ്മിറ്റിയെ കുറിച്ചാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ആയിട്ട് ഒരു വ്യക്തിയെ അപ്പോയിന്റ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻസ് സമർപ്പിക്കുന്ന കമ്മിറ്റിയാണ്. അപ്പൊ അതിൽ ആരൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണറാണ് ചെയർപേഴ്സൺ. അതേപോലെ തന്നെ വിജിലൻസ് കമ്മീഷണേഴ്സ് മെമ്പേഴ്സ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഹോം സെക്രട്ടറി, കേന്ദ്രത്തിന്റെ ഹോം സെക്രട്ടറി, അതേപോലെ തന്നെ റവന്യൂ സെക്രട്ടറി വരും. അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ അതിലുള്ള സെക്രട്ടറി വരും, റവന്യൂ സെക്രട്ടറി വരും. പറയാവേ, വിജിലൻസ് കമ്മീഷണേഴ്സ് മെമ്പേഴ്സ്, സെക്രട്ടറി ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ ചാർജ് ഓഫ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, അതായത് ആഭ്യന്തര സെക്രട്ടറി, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി മെമ്പറാണ്. അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ, ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ മിനിസ്ട്രി ഓഫ് പേഴ്സണലിലുള്ള സെക്രട്ടറി മെമ്പറാണ്. അതേപോലെ തന്നെ റവന്യൂ സെക്രട്ടറി, കേന്ദ്ര റവന്യൂ സെക്രട്ടറി, സെക്രട്ടറി ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ ചാർജ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഇൻ സെൻട്രൽ ഗവൺമെന്റ് മെമ്പറാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഈ പറയുന്ന മെമ്പേഴ്സ് ഉള്ള കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിന്റെ ബേസിസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെ തീരുമാനിക്കുന്നത്. EDയിലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഉള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ കമ്മിറ്റി ഇന്റഗ്രിറ്റി ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഓഫീസേഴ്സ് ഒന്ന് ശ്രദ്ധിക്കണം. ഈ പറയുന്ന ഓഫീസേഴ്സിന്റെ ഇന്റഗ്രിറ്റി ആൻഡ് എക്സ്പീരിയൻസ് നോക്കി മാത്രമേ ഇവരെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ അങ്ങോട്ട് ലാൻഡ്മാർക്ക് കേസസ് പഠിക്കും. ആ ഒരു കേസ് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതാണ്. പല ആൾക്കാരെയും തൽസ്ഥാനത്ത് നിന്ന് സുപ്രീം കോടതി ഇടപെട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം ഇന്റഗ്രിറ്റി, പല ആൾക്കാരുടെയും ഇന്റഗ്രിറ്റി മോശമായത് കാരണം അല്ലെങ്കിൽ ഇന്റഗ്രിറ്റി ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത് കാരണം അവരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ CVC എന്നും അതേപോലെ തന്നെ വിജിലൻസ് കമ്മീഷണേഴ്സ് എന്നൊക്കെ പറയുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഇന്റഗ്രിറ്റിയും അതേപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസും ഒക്കെ കൺസിഡർ ചെയ്ത് മാത്രമേ കമ്മിറ്റി റെക്കമെൻഡേഷൻസ് സമർപ്പിക്കാവുള്ളൂ. അതേപോലെ തന്നെ അഡീഷണൽ സെക്രട്ടറി റാങ്കിന് താഴെയുള്ള, കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ അഡീഷണൽ സെക്രട്ടറി റാങ്കിന് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഒരിക്കലും EDയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ 2 വർഷത്തിൽ കുറയാത്ത കാലാവധി ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹം ചാർജ് എടുത്ത് 2 വർഷത്തിൽ കുറയാത്ത കാലാവധി. പിന്നെ അതേപോലെ തന്നെ പൊതു താല്പര്യമുണ്ട്. അതേപോലെ തന്നെ നേരത്തെ ആ കമ്മിറ്റിയെ പറ്റി പറഞ്ഞല്ലോ, തൊട്ടു മുന്നേ പറഞ്ഞ കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ അനുവാദത്തോടെ ഇദ്ദേഹത്തിന്റെ ടേം എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷെ എക്സ്റ്റെൻഡ് ചെയ്ത് 1 വർഷം മാത്രം, ഒറ്റ പ്രാവശ്യം 1 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പ്രൊവൈഡഡ് പൊതു താല്പര്യവും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ കമ്മിറ്റി, നമ്മുടെ നേരത്തെ പറഞ്ഞ കമ്മിറ്റി ഇല്ലേ, ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനും ഉണ്ടായിരിക്കണം. എങ്കിൽ ഇദ്ദേഹത്തിന്റെ ടെനറെ എക്സ്റ്റെൻഡ് ചെയ്ത് നൽകാവുന്നതാണ്. 1 പ്രാവശ്യം 1 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി മൊത്തമായിട്ട് 5 വർഷം, 5 years ആണ് ഇവിടെയുണ്ട്. 5 വർഷം, മൊത്തമായിട്ട് 5 വർഷം. അത് കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. 2 വർഷമാണ് ഇദ്ദേഹത്തിന്റെ കാലാവധി. ഇദ്ദേഹം പറയുന്ന ഓഫീസ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ 2 വർഷം. അത് എക്സ്റ്റെൻഡ് ചെയ്യാം. അറ്റ് എ ടൈം 1 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റെൻഡ് ചെയ്ത് 5 വർഷം വരെ കൊണ്ടുപോകാം. ഈ 5 വർഷം കുറച്ച് കൂടിയ ടൈം ലിമിറ്റ് ആണ്. അതുകൊണ്ടാണ് ഇതൊരു വ്യത്യാസമാണ്, ചോദിക്കാനൊക്കെ അതുകൊണ്ട് സാധ്യതയുണ്ട്. പിന്നെ ED സ്ഥിരമായി വാർത്താ പ്രാതിനിധ്യമുള്ള ഒരു ഏജൻസിയായി മാറിക്കഴിഞ്ഞു ഇപ്പം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചോദിക്കാവുന്നതാണ്.
ചോദിക്കാൻ വളരെയേറെ സാധ്യത ഉള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ പ്രൊവൈഡഡ് പൊതു താല്പര്യം പബ്ലിക് ഇൻട്രസ്റ്റും ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനും ഉണ്ടായിരിക്കണം. ഇഷ്ടത്തിന് ഗവൺമെന്റിന് അല്ലെങ്കിൽ ഈ പറയുന്ന അപ്പോയിന്റിംഗ് അതോറിറ്റിക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ അതേപോലെ തന്നെ ഈ 5 വർഷം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് 2021 അമെൻമെന്റിലാണ്, ഈ ഒരു നിയമത്തിലെ 2021 അമെൻമെന്റിലാണ് ഈ ഒരു കാര്യം കൊണ്ടുവന്നത്. ആ ഒരു കാര്യം മാത്രമാണ് ഈ 5 വർഷത്തെ ഒരു കേസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ കമ്മിറ്റിയുടെ അപ്രൂവൽ ഇല്ലാണ്ട് ഈ ഒരു വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇ ഡി ഒക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് അല്ലേ, അപ്പോൾ അതിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വരരുത്, അതിനു വേണ്ടിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥർ, ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ്, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥരിൽ ഡെപ്യൂട്ടി ഡയറക്ടർ മുതൽ മുകളിലോട്ടുള്ള ഡെപ്യൂട്ടി ഡയറക്ടറിന് മുകളിലോട്ടുള്ള ആൾക്കാരുടെ ആരൊക്കെ ആയിരിക്കണം എന്നുള്ള അവരുടെ അപ്പോയിൻമെന്റ് ഇദ്ദേഹവുമായി ഡിസ്കസ് ചെയ്താണ് തീരുമാനിക്കുന്നത്. ദ കമ്മിറ്റി റിഫർ ടു ഇൻ ക്ലോസ് എ, നമ്മൾ തൊട്ടു മുന്നേ ഒരു കമ്മിറ്റിയെ പറ്റി പറഞ്ഞില്ലേ, ആ കമ്മിറ്റിയാണ്. ഷാൽ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് റെക്കമെൻഡ് ഓഫീസേഴ്സ് ഫോർ ദ അപ്പോയിൻമെന്റ് ഓഫ് പോസ്റ്റ് എബോവ് ദ ലെവൽ ഓഫ് ഡെപ്യൂട്ടി ഡയറക്ടർ. എൻഫോഴ്സ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടറിന് മുകളിലോട്ടുള്ള പോസ്റ്റുകളിലേക്ക് ആരെ അപ്പോയിന്റ് ചെയ്യണം, ആരെ ഫില്ല് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ചർച്ച ചെയ്തതിന് ശേഷം നമ്മുടെ കമ്മിറ്റിയാണ്. ആൻഡ് ഓൾസോ അതേപോലെ തന്നെ അവരുടെ ഈ പറയുന്ന സർവീസ് കാര്യങ്ങൾ, അവരുടെ എക്സ്റ്റൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതേ രീതിയിൽ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഓൺ റെസിപ്റ്റ് ഓഫ് ദ റെക്കമെൻഡേഷൻ അണ്ടർ ദ ക്ലോസ്, സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ പറയുന്ന അവരുടെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ സാലറി അലവൻസ് മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇനി സെക്ഷൻ 26 വരുന്ന സമയത്ത് 1946 ആക്ടിന്റെ അമെൻമെന്റ് ആണ്. ഇതിൽ വേറൊന്നുമല്ല, ഇതിൽ നമ്മുടെ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇല്ലേ, ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് 1964, അതിലെ ഒരു ഭേദഗതിയാണ്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ നോക്കണ്ട, ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഈ സെക്ഷൻ ഒന്നും ഒരിക്കലും ചോദിക്കാൻ സാധ്യതയില്ല. എന്നാലും ഇത് ജസ്റ്റ് ഒരു പേര് മാത്രമേ ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് പേര് മാത്രം. സെക്ഷൻ 27 റിപ്പീൽ ആൻഡ് സേവിങ്. But notwithstanding such repeal and cessor of operation of Central Vigilance Commission Ordinance, anything done or any action taken under the said resolution and the said ordinance, including the appointment made and other accounts taken or anything done. അതായത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു റെസൊല്യൂഷന്റെ ബേസിസിലാണ് ആദ്യമായി 1964 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിച്ചത്. അപ്പോൾ ആ ഒരു റെസൊല്യൂഷന്റെ ബേസിസിലും അതേപോലെ തന്നെ 1999 ഓർഡിനൻസിന്റെ ബേസിസിലും എടുത്ത ഒരു തീരുമാനങ്ങളും അസാധുവാവില്ല എന്നാണ് പറഞ്ഞു പോകുന്നത്. അതേപോലെ തന്നെ എനി ആക്ഷൻ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഡൽഹി പോലീസ് സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്, അതേപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്, ഇതിനകത്തൊക്കെ പല മാറ്റങ്ങളും പല ഭേദഗതികളും ഒക്കെ കൊണ്ടുവന്നു. അപ്പൊ അതൊന്നും ഒരിക്കലും ഇൻവാലിഡോ അല്ലെങ്കിൽ ഇൻവാലിഡ് ആവുന്നില്ല. അപ്പൊ പുതുതായിട്ട് ഈ പറയുന്ന അതിലുള്ള മാറ്റങ്ങളെല്ലാം ഈ പറയുന്ന പുതിയ CVC ആക്ട്, പുതിയ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആക്ട് 2003 ബേസിസിൽ വന്നതാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രൊവിഷൻസുമായിട്ട് സിമിലർ ആണ്, അല്ലെങ്കിൽ അതിന്റെ ബേസിസിലാണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത്രയേ ഉള്ളൂ. ഇനി ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് ഓഫ് ദ ആക്ട് ആണ്. ഇത് നമ്മുടെ ആക്ടിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങളല്ല, പക്ഷെ അല്ലാതെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ആക്ടിനകത്ത് പറയുന്നില്ല, പക്ഷെ നമ്മൾ അല്ലാണ്ട് അറിഞ്ഞിരിക്കണം. ഇപ്പം നമ്മുടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ അകത്ത് 3 വിങ്ങുകളുണ്ട്. അതിൽ ഒന്നാണ് സെക്രട്ടേറിയറ്റ്, അടുത്തത് ചീഫ് ടെക്നിക്കൽ എക്സാമിനേഴ്സ് വിങ്, പിന്നെ അടുത്തതാണ് കമ്മീഷണേഴ്സ് ഫോർ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറീസ്. ഈ 3 വിങ്ങുകളാണ് ഉള്ളത്. നമ്മുടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷന് 3 വിങ്ങുകളാണുള്ളത്. സെക്രട്ടേറിയറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ചീഫ് ടെക്നിക്കൽ എക്സാമിനേഴ്സ് വിങ് ഉണ്ട്, അതേപോലെ തന്നെ കമ്മീഷണേഴ്സ് ഫോർ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറീസിന് വേണ്ടി ഒരു വിങ് ഉണ്ട്. ഇനി സെക്രട്ടേറിയറ്റിൻ്റെ അകത്താണെങ്കിലോ ഒരു സെക്രട്ടറി ഉണ്ട്. സെക്രട്ടറി ഒരാളെ ഉള്ളെന്ന് നമുക്കറിയാം, കേന്ദ്ര സർക്കാർ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു സെക്രട്ടറി. ഇനി 4 അഡീഷണൽ സെക്രട്ടറിമാരും 31 ഡെപ്യൂട്ടി സെക്രട്ടറിയും അതേപോലെ തന്നെ 8 അണ്ടർ സെക്രട്ടറിയുമാണ് വരുന്നത്. പിന്നെ ഓഫീസ് സ്റ്റാഫുകളാണ് പോകുന്നത്. സെക്രട്ടറി ഉണ്ട്, 4 അഡീഷണൽ സെക്രട്ടറി ഉണ്ട്, 31 ഡെപ്യൂട്ടി സെക്രട്ടറി ഉണ്ട്, 8 അണ്ടർ സെക്രട്ടറിമാരുണ്ട്, ഇനി അടുത്ത ഓഫീസ് സ്റ്റാഫുകളുണ്ട്. ഇത്രയും പേരാണ് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ വരുന്നത്. ഇനി അടുത്ത വിങ് ആണ് ചീഫ് ടെക്നിക്കൽ എക്സാമിനേഴ്സ് വിങ്. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ അറിയാം, ടെക്നിക്കൽ വിങ് ആണ് ആ ഒരു വിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 2 ചീഫ് എഞ്ചിനീയേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ 8 ടെക്നിക്കൽ എക്സാമിനേഴ്സ് ഉണ്ട്. 2 ചീഫ് എഞ്ചിനീയർമാരുണ്ട്, 8 ടെക്നിക്കൽ എക്സാമിനേഴ്സ് ഉണ്ട്.
ഇനി അതേപോലെ തന്നെ മൂന്നാമത്തെ വിങ് ആണ് ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറീസ് നടത്താൻ വേണ്ടിയുള്ള കമ്മീഷണേഴ്സ് ഫോർ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറീസ്. അപ്പോൾ അവർ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി പ്രൊസീഡിങ്സ് ഒക്കെ നടത്തുന്നവരാണ്. ഇനി ജൂറിസ്ഡിക്ഷൻ. ഇപ്പൊ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒട്ടുമിക്ക സർക്കാർ ജീവനക്കാരും കേന്ദ്ര സർക്കാർ ജീവനക്കാരും ഇതിന്റെ അധികാര പരിധിയിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇപ്പോൾ ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥർ, കേന്ദ്ര അഫയേഴ്സിൽ വരുന്ന അല്ലെങ്കിൽ യൂണിയൻ അഫയേഴ്സിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥർ, അതേപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഗ്രൂപ്പ് എ ഓഫീസേഴ്സ്. ഇനി RBI, നബാർഡ്, സിഡ്ബി ഇതിലുള്ള ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ഓഫീസേഴ്സ്, അതായത് ഡി മുതൽ എല്ലാം എയും ബിയും സിയും ഡിയും ഒക്കെ വരും, അതാണ് ഉദ്ദേശിക്കുന്ന ഓഫീസേഴ്സ് ഓഫ് RBI, നബാർഡ് ആൻഡ് സിഡ്ബി ഇൻ ഗ്രേഡ് ഡി ആൻഡ് അബോ. അതായത് ഈ പറയുന്ന എല്ലാ ആൾക്കാരും വരും, ഏകദേശം ഡി ആൻഡ് അബോ എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാവരും വരും. ഇനി അതേപോലെ തന്നെ നമ്മുടെ പൊതുമേഖലാ ബാങ്കുകളിൽ, പൊതുമേഖലാ സ്ഥാപനമല്ല പൊതുമേഖലാ ബാങ്കുകളിൽ സ്കെയിൽ 5ഉം അതിന് മുകളിലോട്ടുള്ള ആൾക്കാരും. ഇനി അടുത്ത, ഇപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് എങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ്സ് ആൻഡ് എക്സിക്യൂട്ടീവ്സ് ഓഫ് E8 ആൻഡ് അബോവ് ഇൻ ഷെഡ്യൂൾ എ ആൻഡ് ഷെഡ്യൂൾ ബി. ഇനി സിയും ഡിയിലാണെങ്കിൽ E7ഉം അതിന് മുകളിലും. ചീഫ് എക്സിക്യൂട്ടീവ്സ് ആൻഡ് എക്സിക്യൂട്ടീവ്സ് ഓഫ് E7 ആൻഡ് അബോവ് ഇൻ ഷെഡ്യൂൾ സി ആൻഡ് ഷെഡ്യൂൾ ഡി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. അതേപോലെ തന്നെ ജനറൽ ഇൻഷുറൻസ് കമ്പനീസ് ആണെങ്കിൽ മാനേജേഴ്സും അതിന് മുകളിലും. LIC പോലെയുള്ള സ്ഥാപനങ്ങളാണ് എങ്കിൽ സീനിയർ ഡിവിഷണൽ മാനേജേഴ്സും അതിന് മുകളിലോട്ടുള്ള ആൾക്കാരും. ഇപ്പൊ ഈ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? ഡിവിഷൻ ഇപ്പൊ നമ്മുടെ സെക്ഷൻസ് ഉണ്ട്, ഓരോ സെക്ഷൻസ് ഉണ്ട്, സർക്കാരിന്റെ കീഴിൽ ഓരോ സെക്ഷൻസ് വരും. ഏതെങ്കിലും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ കുറേ സെക്ഷൻസ് കാണും. ഈ സെക്ഷൻസ് ചേർന്നാണ് സർക്കിൾ ഉണ്ടാവുന്നത്. ഈ സർക്കിൾസ് ചേർന്ന് സബ് ഡിവിഷൻ ഉണ്ടാവും, സബ് ഡിവിഷൻസ് ചേർന്ന് ഡിവിഷൻ ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ഒരു രീതി. ഇനി ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സിൽ കുറച്ചൊക്കെ നമ്മൾ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 1988 പറഞ്ഞിട്ടുണ്ട്. കാരണം കാര്യങ്ങൾ കുറേയൊക്കെ സിമിലർ ആണ്. ഈ കറപ്ഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ ആക്ടിലും അതേപോലെ CBCയിലും ഒക്കെ വരുന്നത്. അപ്പം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഈ പറയുന്ന കേസസ് വരും, രണ്ടിലും വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ് വിനീത് നരൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1997-1998. അപ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ CBCയുടെ അധികാരം ഏറ്റവും കൂടുതൽ പറയുന്ന അല്ലെങ്കിൽ CBCയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് ഈ ഒരു കേസിന്റെ ജഡ്ജ്മെന്റ്. ദ സുപ്രീം കോർട്ട് ഡയറക്റ്റഡ് ദാറ്റ് the CBC should exercise superintendence over the functioning of CBI in corruption cases. അപ്പോൾ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട കേസുകൾ CBI അന്വേഷിക്കുന്ന സമയത്ത് അതിൻ്റെ മേൽനോട്ടത്തിനുള്ള ചുമതല ആർക്കുണ്ട്? സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുവാണെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ്. നമ്മുടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷന് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു വിധിയായിരുന്നു ഇത്. സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, നിയമം വഴി സ്ഥാപിതമായ ഒരു സ്ഥാപനം, അതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു കേസിന്റെ ജഡ്ജ്മെന്റ് കൂടെയാണ് പിന്നെ 2003 CBC ആക്ട് ഒക്കെ വരുന്നത്. അപ്പം അങ്ങനെയാണല്ലോ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കിട്ടുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇനി എൻഷുർ ഗ്രേറ്റർ ഓട്ടോണമി ഓഫ് ദ CBI ആൻഡ് ഇൻസുലേറ്റഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഫ്രം പൊളിറ്റിക്കൽ ഇന്റർഫറൻസ്. പിന്നെ അത് നമ്മുടെ ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു 2003 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ടിന്റെ എനാക്ട്മെന്റിലേക്ക് ഈ ഒരു കോടതി വിധി നയിച്ചു. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ വേറൊരു പേരുണ്ട്, ജെയിൻ ഹവാല കേസ് എന്നാണ് ഇതിന്റെ വേറൊരു പേര്. അതേപോലെ തന്നെ CBCക്ക് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസിന്റെ ലഭിച്ച ഒരു കേസും അല്ലെങ്കിൽ ജഡ്ജ്മെന്റും ഇത് തന്നെയാണ്. ഇനി അടുത്തതാണ് സെന്റർ ഫോർ പിൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2011. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഇടയ്ക്ക് വെച്ച് ഇവരുടെ അപ്പോയിൻമെന്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞ സമയത്ത് ഇന്റിഗ്രിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം കണക്കിലെടുത്ത് വേണം ആരെയാണ് അപ്പോയിന്റ് ചെയ്യാനുള്ളത്. കണ്ടോ, സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആയിരുന്ന ഒരു വ്യക്തിയെ തൽസ്ഥാനത്ത് നിന്ന് സുപ്രീം കോടതി ഇടപെട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഇന്റിഗ്രിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ held that the high powered committee must consider the institutional integrity of the office while making. ഈ ഹൈ പവേർഡ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ, ആഭ്യന്തരമന്ത്രി, ലോക്സഭ, പ്രതിപക്ഷ നേതാവ് അവരടങ്ങുന്ന ഒരു കമ്മിറ്റിയിലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണറിനെയും മറ്റ് വിജിലൻസ് കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്ന കമ്മിറ്റി. അപ്പോയിന്റ് ചെയ്യുന്നതല്ല, ശുപാർശ ചെയ്യുന്ന, അവരെ റെക്കമെൻഡ് ചെയ്യുന്ന കമ്മിറ്റി.
ആ ഒരു കമ്മിറ്റിയാണ് ഈ ഹൈ പവേർഡ് കമ്മിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആക്ടിലൊന്നും ഹൈ പവേർഡ് കമ്മിറ്റി എന്നൊന്നും പറഞ്ഞിട്ടില്ല, കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായതുകൊണ്ടാണ് ഹൈ പവേർഡ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കമ്മിറ്റി ഈ പറയുന്ന ആൾക്കാരെ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് CBCയുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റിഗ്രിറ്റി ഒക്കെ കണക്കിലെടുത്ത് വേണം അവരെ അപ്പോയിന്റ് ചെയ്യാൻ അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ. അതേപോലെ തന്നെ സ്ട്രെങ്തൻ ട്രാൻസ്പെറൻസി ആൻഡ് ക്രെഡിബിലിറ്റി ഓഫ് അപ്പോയിൻമെന്റ്സ് ടു ദ CBC. എക്സാം പോയിന്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റിഗ്രിറ്റി. ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ അപ്പോയിൻമെന്റിൽ ആ ഒരു വേർഡൊക്കെ എടുത്ത് പറയുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റിഗ്രിറ്റി. അപ്പം ഈ സ്ഥാപനത്തിന്റെ ഇൻറ്റിഗ്രിറ്റി ഉണ്ട്, അതേപോലെ തന്നെ ആൾക്കാരുടെ ഇൻറ്റിഗ്രിറ്റിയും കൂടെ കണക്കിലെടുത്ത് വേണം ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ പറയുന്ന വിജിലൻസ് കമ്മീഷണേഴ്സിനെ അല്ലെങ്കിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യാം. ആസ് എ കീ ക്രൈറ്റീരിയൻ. ഓക്കെ, അത് നമ്മൾ ആക്ച്വലി പറഞ്ഞായിരുന്നു. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്, അടുത്ത കേസാണ് ഇത്. ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി വേഴ്സസ് ഡയറക്ടർ CBI 2014. സുബ്രഹ്മണ്യൻ സ്വാമി വേഴ്സസ് ഡയറക്ടർ CBI ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കേസ് ഏതൊരു ആക്ടിൽ. നമ്മുടെ അഴിമതി നിരോധന നിയമത്തിലും ഇതേ കാര്യം വരുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ആ ഒരു ആക്ടിൽ തന്നെയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ അകത്തുള്ള ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, സെക്ഷൻ 6A. അപ്പൊ ഈ ഒരു 6Aയിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ജോയിന്റ് സെക്രട്ടറി ലെവൽ മുതൽ മുകളിലോട്ടുള്ള ആൾക്കാർക്കെതിരെ അന്വേഷണം നടത്തണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രയോ പെർമിഷൻ വേണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിനെയായിരുന്നു ചോദ്യം ചെയ്തത്. അപ്പൊ ആ ഒരു കാര്യത്തിനെ ചോദ്യം ചെയ്തു, അത് ഈ പറയുന്ന സെക്ഷൻ ക്യാൻസൽ ചെയ്തു അല്ലെങ്കിൽ റദ്ദാക്കി കളഞ്ഞു സുപ്രീം കോടതി. അപ്പോൾ അതായിരുന്നു അതിന്റെ വിധി. വൈൽ പ്രൈമർലി റിലേറ്റഡ് ടു CBI, this case struck down section 6A of the Delhi Special Police Establishment Act, which required prior government approval to investigate joint secretary level officials. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ CBCയുടെയൊക്കെ അധികാരം കുറയ്ക്കുന്ന ഒരു സാധനമായിരുന്നു ഈ പറയുന്ന ഒരു സെക്ഷൻ. അപ്പൊ ആ ഒരു സെക്ഷൻ കട്ടയിൽ ചെയ്തതോടെ വീണ്ടും ഈ പറയുന്ന പൊളിറ്റിക്കൽ ക്ലിയറൻസിന്റെ ഒന്നും ആവശ്യമില്ലാണ്ടായി ഈ പറയുന്ന പബ്ലിക് സർവൻസിനെതിരെ അന്വേഷണം നടത്താൻ വേണ്ടി. ഇനി അടുത്ത കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2013 എന്ന് പറയുന്ന ഒരു കേസാണ്. CBIയുടെ ഇൻഡിപെൻഡൻസ് വീണ്ടും ഉയർത്തിപ്പിടിച്ചൊരു കേസാണ്. റീഅഫോം സേഫ് ഗാർഡ്സ് ഫോർ ദ ഇൻഡിപെൻഡൻസ് ഓഫ് CBI. അതേപോലെ തന്നെ ഹൈലൈറ്റഡ് ദ റോൾ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി മെക്കാനിസംസ് ക്രിയേറ്റഡ് ആഫ്റ്റർ വിനീത് നരൈൻ ജഡ്ജ്മെന്റ്. ഇനി സ്ട്രെങ്ത് ആൻഡ് ഓവർസൈറ്റ് സ്ട്രക്ചേഴ്സ് ഇൻവോൾവിംഗ് ദ CBI ആൻഡ് സെലക്ഷൻ കമ്മിറ്റീസ്. ഇനി അലോക് കുമാർ വർമ്മ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അത് റീസെന്റ് ആയിട്ട് നടന്നൊരു സംഭവമാണ്. ഇവിടെയും ഈ അലോക് കുമാർ വർമ്മയുടെ റിമൂവലുമായി ബന്ധപ്പെട്ട് CBI ഡയറക്ടറൊക്കെ ആയിരുന്നു, പെട്ടെന്നൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ദിവസം ഒരു രാത്രിയൊക്കെ കൊണ്ടൊക്കെ അപ്പോയിന്റ്മെന്റ് നടന്നൊരു വ്യക്തിയാണ്. ആ സമയത്ത് ഒത്തിരി ഭയങ്കരമായിട്ട് വാർത്തയിലുണ്ടായിരുന്നു. സ്ഥിരം നാഷണൽ ഡെയിലീസിന്റെയൊക്കെ ഫ്രണ്ടിൽ ഇത് തന്നെയായിരുന്നു വാർത്ത, ഫസ്റ്റ് പേജിൽ ഏറ്റവും ടോപ്പിൽ ഇത് തന്നെയായിരുന്നു. ദ സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് ഗവൺമെന്റ് cannot divest the CBI director of powers without the approval of statutory selection committee. Statutory selection committeeയുടെ അപ്രൂവൽ ഇല്ലാണ്ട് CBI ഡയറക്ടറിനെ പവേഴ്സിൽ അദ്ദേഹത്തിന്റെ പവേഴ്സ് കുറയ്ക്കാൻ പറ്റത്തില്ല. Reinforce the independence of anti-corruption institutions and oversight framework involving CBC. അപ്പോൾ ഇതിൽ എല്ലാം കൂടെ നമുക്കൊന്ന് ഒരുമിച്ച് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകളാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു രീതിയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് ആയിരിക്കും എക്സാമിന് ചോദിക്കാൻ സാധ്യതകൾ. അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് തന്നിട്ട് ഇത് ഏത് കേസുമായി ബന്ധപ്പെട്ടെന്നായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ വർഷമായിരിക്കും. അപ്പം നമുക്ക് നോക്കാം. ഇപ്പോൾ വിനീത് നരൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. CBCക്ക് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ലഭിച്ച കേസാണ്. അതേപോലെ തന്നെ CBIയുടെ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട കേസുകളാണെങ്കിൽ അന്വേഷണത്തിന് മുകളിലുള്ള മേൽനോട്ട ചുമതല CBCക്കാണ് എന്ന് പറഞ്ഞ ഒരു ജഡ്ജ്മെന്റും ഈ ഒരു കേസിലെയാണ്. 1997-1998 ആണ് വർഷം. സെന്റർ ഫോർ പിൽ വേഴ്സസ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2011 ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റിഗ്രിറ്റി അപ്പോയിന്റ്മെന്റ്സ് നടക്കുന്ന സമയത്ത് CBCയുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റിഗ്രിറ്റി കണക്കിലെടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ PJ തോമസ് ആ കാര്യങ്ങളൊക്കെ. ഇനി ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി വേഴ്സസ് ഡയറക്ടർ CBI 2014. അത് നമ്മുടെ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ 6A എന്ന് പറയുന്ന പ്രൊവിഷൻ. ജോയിന്റ് സെക്രട്ടറി റാങ്കിന് മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ പ്രോസിക്യൂഷൻ നടപടികൾക്ക് അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു അന്വേഷണം, പ്രോസിക്യൂഷൻ അല്ല, അവർക്കെതിരെ അന്വേഷണം നടത്താൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രയോർ പെർമിഷൻ വേണം എന്നുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അത് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ആ ഒരു പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു വിധിയായിരുന്നു വന്ന 6A റദ്ദ് ചെയ്ത് കളഞ്ഞു. Probe supervised by the commission could proceed without being bottlenecked by political clearances. ഇനി കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2018 ലെയാണ്.
ഇത് CBIയുടെ ഇൻഡിപെൻഡൻസ് സ്ട്രെങ്തൻ ചെയ്തു ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ഓവർസൈറ്റ് മെക്കാനിസംസ്. ഇനി അലോക് കുമാർ വർമ്മ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2019 റീസെൻ്റ് ആയിട്ട് വരുന്ന സാധനമാണ്. CBI ഡയറക്ടറിൻ്റെ മുകളിലുള്ള നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ അധികാരങ്ങൾ കുറച്ച ഒരു വിധിയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ റീഇൻഫോഴ്സ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റിഗ്രിറ്റി. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടേബിൾ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ക്വിക്ക് റിവിഷൻ, നമുക്ക് ഈ പറഞ്ഞ പോയ സെക്ഷൻസ് എല്ലാം നമുക്കൊന്ന് ഓട്ടിച്ച് നോക്കാം. ചാപ്റ്റർ 1 പ്രിലിമിനറി ആണ്. പ്രിലിമിനറിക്കകത്ത് ഷോർട്ട് ടൈറ്റിൽ ഉണ്ട്, ഡെഫിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഇതിൽ എന്തൊക്കെയില്ല, എക്സ്റ്റെൻഡ് കമൻസ്മെന്റ് പോലുള്ള കാര്യങ്ങളില്ല, ഷോർട്ട് ടൈറ്റിൽ മാത്രമാണ്, പേര് മാത്രമാണ്. പിന്നെ ഡെഫിനേഷൻസിൻ്റെ അകത്തും നമ്മൾ കുറച്ച് ഡെഫിനേഷൻസ് ഒക്കെ പറഞ്ഞു. അപ്പം അതിൽ മറന്നു പോകുന്ന സാധനങ്ങളൊന്നുമില്ല. പിന്നെ ആകെ ഓർത്തിരിക്കണം എന്ന് പറഞ്ഞ ഒരു കാര്യം, ഒരു വർഷം 1946 ആണ് ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റിൻ്റെത്, ആ ഒരു കാര്യം. ബാക്കിയെല്ലാം ഏകദേശം നമുക്ക് കൺഫ്യൂസിങ് ആവാത്ത കാര്യങ്ങളാണ്. ഇനി ചാപ്റ്റർ 2 വരുന്ന സമയത്ത് സെൻട്രൽ വിജിലൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അതിൽ ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ഈ ഒരു കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ആക്ടിൽ പറയുന്ന. അതേപോലെ തന്നെ ഈ ഒരു കമ്മീഷനിൽ ആരൊക്കെയാണ്, കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആണ്, അതേപോലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് വിജിലൻസ് കമ്മീഷണേഴ്സ് ആണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത സെക്ഷൻ 4 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണറും വിജിലൻസ് കമ്മീഷണേഴ്സിന്റെയും അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ടാണ്. അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് ബൈ വാറന്റ് അണ്ടർ ഹിസ് ഹാൻഡ് ആൻഡ് സീൽ. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ അതേപോലെ തന്നെ സെലക്ട് കമ്മിറ്റി, ഒരു കമ്മിറ്റിയെ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു. പ്രൈം മിനിസ്റ്റർ, ആഭ്യന്തരമന്ത്രി, അതേപോലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, ഇവർ മൂന്നുപേരും കൂടെ ചേർന്ന ഒരു സമിതിയാണ് ഈ പറയുന്ന റെക്കമെൻഡേഷൻസ്, ആരെയാണ് കമ്മീഷണേഴ്സ് ആക്കുന്നത് എന്നുള്ള റെക്കമെൻഡേഷൻസ് നൽകുന്നത്. ഇനി സെക്ഷൻ 5 വരുന്ന സമയത്ത് ടേംസ് ആൻഡ് അതർ കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ. അപ്പോൾ ഇവരുടെ സാലറി അലവൻസ്, അതേപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, സാലറി അലവൻസ് ഒക്കെ വീണ്ടും പറയുന്നുണ്ട്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ്, സാലറി അലവൻസ് എല്ലാം കൂടെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ആണ് പറയുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവരുടെ കാലാവധി 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, രണ്ടുപേരിലും. അതായത് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആണെങ്കിലും അതേപോലെ തന്നെ വിജിലൻസ് കമ്മീഷണേഴ്സ് ആണെങ്കിലും 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് പിന്നീട് മറ്റ് പദവികൾ വഹിക്കാൻ പറ്റത്തില്ല. ഇനി സെക്ഷൻ 6 വരുന്ന സമയത്ത് റിമൂവൽ ഓഫ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആൻഡ് വിജിലൻസ് കമ്മീഷണർ. 2 മെയിൻ കേസുകളാണുള്ളത്. ഒന്ന് ഈ പറയുന്ന പ്രൂവ്ഡ് മിസ്ബിഹേവിയർ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി, പിന്നെ അല്ല എങ്കിൽ കുറച്ചധികം കണ്ടീഷൻസ്, ഇപ്പോൾ പാപ്പരാവുക അങ്ങനെയൊക്കെയുള്ള കുറച്ചധികം കണ്ടീഷൻസ്, അൺസൗണ്ട് മൈൻഡ് അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ്. അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞാൽ. അതേപോലെ തന്നെ റെസിഗ്നേഷൻ ഇൻ റൈറ്റിംഗ് ആയിരിക്കണം, അഡ്രസ് ടു ദ പ്രസിഡന്റ് ആയിരിക്കണം. ഇനി 7 വരുന്ന സമയത്ത് പവർ ടു മേക്ക് റൂൾസ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഫോർ സ്റ്റാഫ്, സ്റ്റാഫുകളുടെ എണ്ണം, അതേപോലെ തന്നെ അവരുടെ സർവീസ് കണ്ടീഷൻസ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കമ്മീഷനുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം കേന്ദ്ര സർക്കാരിന് നിയമം നിർമ്മിക്കാവുന്നതാണ്. പറയുന്ന അത്രയും സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇനി അടുത്ത ചാപ്റ്റർ 3 വരുന്ന സമയത്ത് ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതിൽ സെക്ഷൻ 8 ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്ലോസുകളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇനി അടുത്ത 8A വരുന്ന സമയത്ത് പ്രാഥമിക അന്വേഷണത്തെക്കുറിച്ച്, ആക്ഷൻ ഓൺ പ്രിലിമിനറി ഇൻക്വയറി, പ്രിലിമിനറി ഇൻക്വയറി 90 ദിവസത്തിനകത്ത് തീർക്കണം. ഇനി 8B വരുന്ന സമയത്ത് ആക്ഷൻ ഓൺ ഇൻവെസ്റ്റിഗേഷൻ ഇൻ റിലേഷൻ ടു പബ്ലിക് സർവൻസ്. അപ്പോൾ ഈ പ്രാഥമിക അന്വേഷണത്തിന് ശേഷമുള്ള നടപടികളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇനി 9 വരുന്ന സമയത്ത് കമ്മീഷന്റെ പ്രൊസീഡിങ്സിനെ കുറിച്ച്. ഇനി 10 വരുന്ന സമയത്ത് വിജിലൻസ് കമ്മീഷണർ ടു ആക്ട് ആസ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ഇൻ സർട്ടൺ കേസസ്. അപ്പോൾ ഇത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി എൻക്വയറീസുമായി ബന്ധപ്പെട്ട പവർ റിലേറ്റിംഗ് ടു എൻക്വയറീസ് ആണ് 11 വരുന്നത്. 11A വരുന്ന സമയത്ത് ഡയറക്ടർ ഓഫ് ഇൻക്വയറി ഫോർ മേക്കിംഗ് പ്രിലിമിനറി ഇൻക്വയറി, ആരാണ് ഡയറക്ടർ ഓഫ് ഇൻക്വയറി, അതേപോലെ തന്നെ ഡയറക്ടർ ഓഫ് ഇൻക്വയറി അപ്പോയിന്റ് ചെയ്യുന്ന കമ്മിറ്റി, ഈ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 12 വരുന്ന സമയത്ത് പ്രൊസീഡിങ്സ് ബിഫോർ കമ്മീഷൻ ടു ബി ജുഡീഷ്യൽ പ്രൊസീഡിങ്സ്, നമ്മൾ സിവിൽ കോടതിയുടെ അധികാര പരിധി ഉണ്ട്, അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ആണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അടുത്ത ചാപ്റ്റർ 4 സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ആണ് എക്സ്പെൻസസ് ആൻഡ് ആനുവൽ റിപ്പോർട്ട്. അപ്പോൾ എക്സ്പെൻസുകളെല്ലാം, എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വിജിലൻസ് കമ്മീഷണർ 3 പേരുടെ അവരുടെ സാലറീസ്, അലവൻസ്, അതേപോലെ തന്നെ മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകളെല്ലാം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കണം, വർഷാവർഷം പ്രസിഡന്റിന് സമർപ്പിക്കണം. അത് ആനുവൽ റിപ്പോർട്ടിന്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഒന്നെങ്കിൽ അതിൽ ആ മെൻഷൻ ചെയ്തിരിക്കുന്ന ലാസ്റ്റ് മാസം, ആ ഒരു ഡേറ്റ് റിപ്പോർട്ടിന്റെ അകത്ത് ഉള്ള കണ്ടന്റ് ഉള്ള ഏത് മാസം വരെയുള്ള കണ്ടന്റ് ആണുള്ള ആ ഒരു മാസം മുതൽ 6 മാസത്തിനുള്ളിൽ
ഈ പറയുന്ന റിപ്പോർട്ട് പ്രസിഡന്റിന് സമർപ്പിക്കണം. പ്രസിഡന്റ് അത് പാർലമെന്റിന്റെ ഇരുസഭയ്ക്ക് മുൻപാകെ സമർപ്പിക്കണം. ഇനി ചാപ്റ്റർ 5ലേക്ക് വരുന്ന സമയത്ത് മിസ്ലീനിയസ് ആണ്. അതിൽ 15 പ്രൊട്ടക്ഷൻ ഓഫ് ആക്ഷൻ ടേക്കൺ ഇൻ ഗുഡ് ഫെയ്ത്ത്, കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന കമ്മീഷനിലുള്ള ആൾക്കാർ, സ്റ്റാഫുകൾ എല്ലാവരും പബ്ലിക് സർവൻസ് ആണ്. 17ലേക്ക് വരുന്ന സമയത്ത് റിപ്പോർട്ട് ഓഫ് എനി ഇൻക്വയറി മെയ്ഡ് ഓൺ റിഫറൻസ് ബൈ കമ്മീഷൻ ടു ബി ഫോർവേഡഡ് ടു ദാറ്റ് കമ്മീഷൻ. അപ്പോൾ അതിലെന്ത് കാര്യമാണ് ഉള്ളത് എന്നുള്ളത് ഈ സെക്ഷനിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഇനി 18ലേക്ക് പറയുന്നത് പവർ ടു കോൾ ഫോർ ഇൻഫർമേഷൻ. ഏതൊരു സ്ഥാപനത്തിൽ നിന്നും, ഏതൊരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ നിന്നാണെങ്കിലും റിപ്പോർട്ടോ സ്റ്റേറ്റ്മെന്റോ എന്ത് കാര്യം വേണമെങ്കിലും എടുക്കാം. എന്നാൽ മാത്രമല്ലേ ഈ പറയുന്ന അവിടെ ഒരു അഴിമതി ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ. അതിനുവേണ്ടി. ഇനി 19ലാണെങ്കിലോ കൺസൾട്ടേഷൻ വിത്ത് കമ്മീഷൻ ഇൻ സർട്ടൺ മാറ്റേഴ്സ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ കമ്മീഷനുമായി കൺസൾട്ട് ചെയ്യണം. ഇനി 20 പവർ ടു മേക്ക് റൂൾസ്. 21 പവർ ടു മേക്ക് റെഗുലേഷൻസ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാന്നുള്ള കാര്യമാണ്. 22 നോട്ടിഫിക്കേഷൻ റൂൾ എക്സെട്ര ടു ബി ലീഡ് ബിഫോർ പാർലമെന്റ്. അതും അറിയാന്നുള്ള കാര്യമാണ്. ഏറ്റവും കുറഞ്ഞത് 30 ദിവസമെങ്കിലും. ഇനി 23 പവർ ടു റിമൂവ് ഡിഫിക്കൽട്ടീസ്. അപ്പോൾ ഡിഫിക്കൽട്ടീസ് റിമൂവ് ചെയ്യാനുള്ള റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കാം, പ്രൊവൈഡഡ് നിയമം കമൻസ് ചെയ്ത് 2 വർഷത്തിനുള്ളിൽ തന്നെ ആ ഒരു കാര്യം ചെയ്തിരിക്കണം. പിന്നെ അതേപോലെ തന്നെ അങ്ങനെയുള്ള റൂൾസും റെഗുലേഷൻസും അതും പാർലമെന്റിന്റെ ഇരുസഭകൾക്കും മുൻപാകെ സമർപ്പിക്കണം. ഇനി 24 പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു എക്സിസ്റ്റിംഗ് വിജിലൻസ് കമ്മീഷൻ. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വിജിലൻസ് കമ്മീഷനിലുള്ള കാര്യങ്ങൾ, അതായത് ഓർഡേഴ്സ്, പ്രൊസീഡിങ്സ്, ഇതെല്ലാം 2003 നിയമത്തിന്റെ ബേസിസിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കമ്മീഷനിൽ നിന്നാണ് എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി 25 അപ്പോയിന്റ്മെന്റ് എക്സെട്ര ഓഫ് ഓഫീസ് ഓഫ് നമ്മുടെ EDയിലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫെയർ പെർസ്പെക്റ്റീവിലും അതിനകത്ത് നിന്ന് ചോദ്യം ചോദിക്കാൻ പറ്റുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. നന്നായി പഠിക്കുക. ഇനി 26 അത് നമ്മൾ പറഞ്ഞായിരുന്നു, ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് 1946 ഒരു അമെൻമെന്റ്. അത് ഈ പേര് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. ഇനി 27 റിപ്പീൽ ആൻഡ് സേവിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ CVC ആക്ട് 2003 വളരെ എളുപ്പമുള്ള ഒരു ആക്ടാണ്. അങ്ങനെ ഭയങ്കര ലെങ്തി അല്ല, എന്നാൽ ഭയങ്കര ചെറുതുമല്ല, പക്ഷെ ഭയങ്കര എളുപ്പമുള്ള ഒരു ആക്ടാണ്. വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന, നമുക്ക് ഒത്തിരി എഫേർട്ടൊന്നും വേണ്ട, നല്ലൊരു ആക്ടാണ്. എന്നാൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നന്നായി പഠിക്കുക. താങ്ക്